ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ടീച്ചറിൻ്റെ എല്ലാ കുട്ടികളെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നു നമ്മൾ മലയാളമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. കുട്ടികളെ, ടീച്ചർ കുറച്ച് ദിവസം മുമ്പ് നമുക്കെങ്ങനെ മലയാളം വായിക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ ഇട്ടു തരുവാനായിട്ട് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പറയുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ പാഠം മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നു നമ്മൾ ആ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഏതക്ഷരമാണ് കുഞ്ഞുങ്ങളെ? ആ. നിങ്ങൾ പറഞ്ഞേ, ആ. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതാറുണ്ടോ? പേരെഴുതാറുണ്ട്. നിങ്ങൾ എന്തുപയോഗിച്ചാണ് പേരെഴുതുന്നത്? ഇംഗ്ലീഷിൽ പേരെഴുതുകയാണെങ്കിൽ നിങ്ങൾ ABCD ഉപയോഗിക്കും. മലയാളത്തിൽ പേരെഴുതുകയാണെങ്കിലോ? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുറച്ച് അക്ഷരങ്ങൾ വേണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് പേരെഴുതാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ LKGയിൽ റ, ര, ന ഇതുപോലെയുള്ള അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ അ, ആ, ഇ, ഈ ഇങ്ങനെയുള്ള അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ടല്ലേ? അതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലേ? അതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ എന്ന അക്ഷരം. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ആ. അപ്പോഴേ നമുക്ക് ആ എന്ന അക്ഷരം പഠിച്ചാലോ? പഠിക്കാം അല്ലേ? നിങ്ങൾക്ക് ആയിൽ തുടങ്ങുന്ന ഏതെങ്കിലും വാക്കുകൾ അറിയാവോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മിച്ച് നോക്കിയേ. നിങ്ങൾ LKGയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ ടീച്ചറിനൊന്ന് പറഞ്ഞു തന്നേ. കുഞ്ഞുങ്ങൾ മറന്നുപോയോ? സാരമില്ല കേട്ടോ, ടീച്ചർ ഓർമ്മിപ്പിച്ചു തരാം. ടീച്ചർ ഓർമ്മിപ്പിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ മറക്കുമോ? ഇല്ല അല്ലേ? നല്ല കുട്ടികൾ. ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് പഠിക്കണം. ആ എന്ന അക്ഷരം എഴുതുവാനായിട്ട് പഠിക്കണം. അതൊക്കെയുണ്ട്. ബുക്കും പെൻസിലും അടുത്ത് കരുതിയിട്ടുണ്ടോ? കരുതിയിട്ടുണ്ടല്ലേ? നമ്മൾ ഇന്നു മുതൽ മലയാളം പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും 2 ലൈൻസ് ബുക്ക് മേടിച്ചു തരാനായിട്ട് പറയണം. 2 വരയിട്ട ബുക്ക്. നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നത് 4 വരയിട്ട ബുക്കിലല്ലേ? 4 ലൈൻസ് ബുക്ക്. അതുപോലെ 2 ലൈൻസ് ബുക്ക്, 2 വരയിട്ട ബുക്ക്. ബുക്ക് വാങ്ങാനായില്ല എങ്കിൽ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ 2 ലൈൻസ് വരച്ചു തരുവാനായിട്ട് പറയണം. ഓക്കെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് ഏത് അക്ഷരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? ശരിയാണ്, ആ എന്ന അക്ഷരം. ഏതക്ഷരമാണ്? ആ എന്ന അക്ഷരം. എല്ലാവരും പറഞ്ഞു നോക്കിയേ. ആ. ഒരിക്കൽ കൂടി പറഞ്ഞേ. ആ. പറഞ്ഞോ? പറഞ്ഞല്ലോ. നല്ല കുട്ടികളാണേ. ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് UKGയിലും അത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതാരൊക്കെയാ? നോക്കിയേ. നിങ്ങളുടെ വീട്ടിലുമുണ്ട് ഇതുപോലെ. ഇതാരൊക്കെയാണെന്ന് അറിയാവോ? ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും. ആരാ? ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും. ഈ കുഞ്ഞ് ആരുടെ കയ്യിലായിരിക്കുന്നത്? അമ്മയുടെ കയ്യിൽ. ആരുടെ കയ്യിലാ കുഞ്ഞുങ്ങളെ? അമ്മയുടെ കയ്യിൽ. അമ്മ നിങ്ങളെ എടുക്കാറില്ലേ? എടുക്കാറുണ്ടല്ലേ? അതുപോലെ ഈ കുഞ്ഞിനെ ഈ അമ്മ എടുത്തു വച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടോ? കണ്ടു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടായോ? അമ്മ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, അമ്മ. എന്താ? അമ്മ. നിങ്ങൾ പണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുട്ടിയായിരുന്നു.
അന്ന് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഇതുപോലെയാ നിങ്ങൾ ഇരുന്നത്. ഇപ്പോഴോ വളർന്ന് ഇതുപോലെയുള്ള കുട്ടികളായി. ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾക്ക് അമ്മ എന്ന് വിളിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴുള്ളതുപോലെ ഈ കുട്ടിയെ പോലെ ആയപ്പോഴോ നിങ്ങൾ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. അമ്മ. അമ്മയുടെ ആദ്യത്തെ അക്ഷരം എന്താ? നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞു നോക്കിയേ. അമ്മ. ആദ്യത്തെ അക്ഷരം എന്താ വന്നേ? അമ്മ. ആ എന്നാണല്ലേ. കണ്ടോ, ഇതാണ് ആ എന്ന അക്ഷരം. ഇവിടെ ടീച്ചർ അമ്മ എന്ന് എഴുതിയിരിക്കുകയാണ്. അമ്മ. അമ്മയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ആ. അമ്മ എന്ന് എഴുതിയപ്പോൾ ആ എന്ന് പറയേണ്ട സ്ഥലത്ത് എന്താ നമ്മൾ എഴുതിയത്? ആ എന്ന് എഴുതി അല്ലേ? അപ്പോൾ അമ്മ എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താ കുഞ്ഞുങ്ങളെ? ആ. ആ അമ്മ. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. ആ അമ്മ. ആ അമ്മ. മനസ്സിലായോ കുട്ടികളെ? നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മയുടെ അടുത്ത് ആരാ ഇരിക്കുന്നേ? ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനാണല്ലേ. അച്ഛൻ. കൂടെ പറഞ്ഞേ. അച്ഛൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറഞ്ഞു തുടങ്ങിയത്? അച്ഛൻ. അപ്പോൾ എങ്ങനെയാ? ആ. അച്ഛൻ എന്നതിൻ്റെയും ആദ്യത്തെ അക്ഷരം എന്താ കുഞ്ഞുങ്ങളെ? ആ. എന്താണ്? ആ. ആ അച്ഛൻ. പറഞ്ഞേ കുഞ്ഞുങ്ങളെ. ആ അച്ഛൻ. ആ അമ്മ. ആ അച്ഛൻ. ആ അമ്മ. ആ അച്ഛൻ. അപ്പോൾ അമ്മ, അച്ഛൻ. അമ്മ, അച്ഛൻ. ആയിൽ തുടങ്ങുന്ന 2 വാക്കുകൾ കുഞ്ഞുങ്ങൾ പഠിച്ചല്ലോ. ടീച്ചറിന് ഒന്ന് പറഞ്ഞു തന്നേ. അമ്മ, അച്ഛൻ. നല്ല കുട്ടികൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ ഒരു ജീവിയെ കാണുന്നുണ്ടോ? ഇതേത് ജീവിയാണെന്ന് അറിയാവോ കുഞ്ഞുങ്ങളെ? ഇതാണ് അരണ. എന്താ കുഞ്ഞുങ്ങളെ? അരണ. പല്ലിയെ പോലെ ഇരിക്കുന്നു അല്ലേ കാണാൻ? പക്ഷെ പല്ലിയല്ല. ഇതെന്താ കുഞ്ഞുങ്ങളെ? അരണ. നിങ്ങൾ പറഞ്ഞേ, ഇതെന്തു ജീവിയാണ്? അരണ. എന്താ? അരണ. അരണ. അപ്പോൾ എന്തിലാ തുടങ്ങുന്നത്? ആ. ആ. എന്താ കുഞ്ഞുങ്ങളെ? ആ അരണ. ആ അരണ. ആ അരണ. ഇവിടെ ടീച്ചർ അരണ എന്ന് എഴുതിയിരിക്കുക. അരണയുടെ ആദ്യത്തെ അക്ഷരവും ആ എന്നാണ്. ഇതെന്താണെന്ന് അറിയാവോ? ഇതൊരു അറയാണ്. കണ്ടോ കുഞ്ഞുങ്ങളെ? ഈ പെട്ടിയുടെ ഉള്ളിൽ ഒരു അറയാണ്. കണ്ടോ? ഈ അറയ്ക്കുള്ളിലാണ് നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മൾ പെട്ടിയുടെ ഉൾഭാഗത്തെ എന്താ പറയുന്നത്? അറ. എന്താ പറയുന്നത്? അറ. ആ അറയ്ക്കുള്ളിൽ നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും. നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ലേ? അതുപോലെ. അപ്പോൾ ഇതെന്താണ് കുഞ്ഞുങ്ങളെ? അറ. ഈ പെട്ടിയുടെ മൂടി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? അറയായി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്കൂൾ ബാഗില്ലേ? സ്കൂൾ ബാഗിന് ഓരോ അറകളില്ലേ? അതാണ് അറ എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ വയ്ക്കുവാനുള്ള സ്ഥലം. നമ്മുടെ ബാഗിന്റെ ചില അറകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വയ്ക്കാറുണ്ട്. ചില അറകളിൽ നമ്മൾ ബോക്സ് വയ്ക്കാറുണ്ട്. നമ്മൾ ടവൽ വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സ്കൂൾ ബാഗിന്റെ അറകൾ? അതുപോലെ ഈ പെട്ടിയുടെ അറയാണ് ഇത്. നമുക്ക് സാധനം വയ്ക്കുവാനുള്ള സ്ഥലമാണ് അറ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? അറ. അറ എന്നതിന്റെ ആദ്യത്തെ അക്ഷരം എന്താ കുഞ്ഞുങ്ങളെ? ആ. എന്താ കുഞ്ഞുങ്ങളെ? ആ. അറ. ഇതാരാ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതെന്താ? അണ്ണാൻ. ആരാ കുഞ്ഞുങ്ങളെ? അണ്ണാൻ. അണ്ണാൻ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ? വരാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. അണ്ണാൻ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള മരങ്ങളിലൂടെ ഇങ്ങനെ ഓടി നടക്കും. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ? ആണ്. അപ്പോൾ ആ അണ്ണാൻ. എന്താ കുഞ്ഞുങ്ങളെ? ആ അണ്ണാൻ. ഒരിക്കൽ കുട്ടി ടീച്ചറിന് പറഞ്ഞു തന്നേ. ആ അണ്ണാൻ. കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആയിൽ. ആയിൽ തുടങ്ങുന്ന എന്തൊക്കെ വാക്കുകൾ പഠിച്ചു? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ആ അമ്മ. ആ അച്ഛൻ. ആ അരണ. ആ അറ. ആ അണ്ണാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അമ്മ, അച്ഛൻ,
അച്ഛൻ, അരണ, അറ, അണ്ണാൻ. ടീച്ചറിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. അ അമ്മ, അ അച്ഛൻ, അ അരണ, അ അറ, അ അണ്ണാൻ. നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ അ അച്ഛൻ എന്ന് പറയണ്ട. ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് അ അമ്മ എന്ന് പറഞ്ഞത്. കാരണം അമ്മ എന്നത് ആയിൽ തുടങ്ങുന്ന വാക്കാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകാനാണ് അ അമ്മ, അ അച്ഛൻ എന്ന് പറഞ്ഞത്. കേട്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എന്നും അമ്മയെ കാണുമ്പോൾ അമ്മ എന്നുമാണ് വിളിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് ആ എഴുതുവാനായിട്ട് പഠിക്കണ്ടേ? എഴുതുവാനായിട്ട് പഠിക്കണം അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ബുക്കും പെൻസിലും വേഗത്തിലൊന്ന് എടുത്തേ. എടുത്തോ? ഇതെന്ത് അക്ഷരമാണ് കുഞ്ഞുങ്ങളെ? ആ. എന്താ അക്ഷരം? ആ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ആ എന്ന അക്ഷരം വലുതായി എഴുതി തരാനായിട്ട് പറഞ്ഞേ. എഴുതി തന്നോ? ഇനി നിങ്ങൾ ദാ ഇവിടെ നോക്കിയേ. ഇവിടെ നിന്ന് കൈയുടെ ചൂണ്ടുവിരൽ വച്ച് വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഇവിടെ നിന്ന് ഇതുപോലെ വന്ന്, കണ്ടോ? ഇവിടെ ഇതുവരെ വന്നതിന് ശേഷം ഇങ്ങോട്ടേക്കും പോകരുത്, അങ്ങോട്ടേക്കും പോകരുത്. ഇതുപോലെ റാ പോലെ താഴോട്ട് വന്ന്, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ദാ ഇങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ താഴേക്ക് വന്നിട്ട് വീണ്ടും അതിന് മുകളിൽ കൂടി പോയിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിരൽ ഉപയോഗിച്ച് ആ എന്ന അക്ഷരത്തിൻ്റെ പുറത്തുകൂടി വരയ്ക്കണം. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഒത്തിരി പ്രാവശ്യം നിങ്ങളുടെ കൈയുടെ വിരൽ ഉപയോഗിച്ച് ആ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ കൂടി വരയ്ക്കണം. വരയ്ക്കില്ലേ? അതിനുശേഷം നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഇതുപോലെ ആ എന്ന അക്ഷരം വരച്ചു തരാനായിട്ട് പറയുക. എന്നിട്ട് നിങ്ങൾ അതിന് നിറം കൊടുക്കണേ. എല്ലാവരും നിറം കൊടുക്കുമല്ലോ? നിറം കൊടുക്കും. നിങ്ങൾ LKG റാ എന്ന അക്ഷരം പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ടീച്ചർ ഇതിന് മുൻപ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് റാ എഴുതുന്നതെന്ന്. ടീച്ചർ നേരത്തെ കാണാനായിട്ട് പറഞ്ഞില്ലേ ക്ലാസ്? ആ ക്ലാസ്സിൽ ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പോയി കാണണം കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ റാ എന്ന് എഴുതണം. എങ്ങനെയാ റാ എന്ന് എഴുതേണ്ടത്? ഇങ്ങനെയാണ് നമ്മൾ റാ എന്ന് എഴുതുന്നത്. എല്ലാവരും റാ എന്ന് എഴുതിയേ. എല്ലാവരും റാ എന്ന് എഴുതിയോ? റാ എന്ന് എഴുതി. ഇനി നമുക്ക് ദ എന്ന അക്ഷരം എഴുതണം. ഇതും ടീച്ചർ എഴുതുവാനായിട്ട് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്കൂളിലും പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ദ എന്ന് എഴുതുന്നത്. റാ പോലെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്തിടും? 3 എഴുതും. കണ്ടോ? 3 3 എഴുതും. ഇങ്ങനെയാണ് ദ എഴുതുന്നത്. കുട്ടികളൊന്ന് എഴുതി നോക്കിയേ. ദ റാ പോലെ വളഞ്ഞ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 എഴുതും, 3 എഴുതും. ദ ദ എഴുതിയോ? ദായും എഴുതുവാൻ നിങ്ങൾ പഠിച്ചല്ലോ. പഠിച്ചു. ഇനി കുഞ്ഞുങ്ങൾ ഇതുപോലെ രാ എന്ന് എഴുതിയേ. രാ എന്ന അക്ഷരം എഴുതിയേ. റാ പോലെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? റായുടെ അകത്തേക്ക് വരയ്ക്കണം. കണ്ടോ കുഞ്ഞുങ്ങളെ? ഇതുപോലെയാണ് രാ എഴുതുന്നത്. രാ എന്ന അക്ഷരം എല്ലാവരും എഴുതിയേ. എഴുതിയോ? രാ എന്ന അക്ഷരവും എഴുതി. അപ്പോൾ കുഞ്ഞുങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് എഴുതിയത്? റാ എഴുതി, ദ എഴുതി, രാ എഴുതി. ഈ 3 അക്ഷരങ്ങളും കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഇനി നമുക്ക് ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നിങ്ങളിവിടെ കണ്ടോ? ടീച്ചർ ഇവിടെ വലുതായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. കണ്ടോ? ഇവിടെ 2 ലൈൻസ് ഇട്ടിരിക്കുന്നത് കണ്ടോ? 2 ലൈൻസ് ദൂരെയാണ് കിടക്കുന്നത്. കാരണം ടീച്ചർ ഇവിടെ ആ എന്ന അക്ഷരം വലുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കേട്ടോ?
നിങ്ങളുടെ ബുക്കിൽ ഈ ലൈൻസിൻ്റെ അകലം കുറവായിരിക്കും. നിങ്ങൾ എല്ലാവരും വിരൽ ഉപയോഗിച്ച് ആ എന്ന അക്ഷരം എഴുതുമല്ലോ. എഴുതുമല്ലേ? ആ എന്ന അക്ഷരത്തിന് പുറത്തുകൂടി നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് എഴുതണം. എന്നിട്ട് വേണം നിങ്ങൾ ആ എന്ന അക്ഷരം ബുക്കിൽ എഴുതി പഠിക്കുവാനായിട്ട്. അപ്പോൾ ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കുറച്ചു മുൻപ് ടീച്ചർ ദാ എഴുതാനായിട്ട് പറഞ്ഞില്ലേ? ദാ. നമ്മൾ ആദ്യം ദായാണ് എഴുതേണ്ടത്. അതിനായിട്ട് കണ്ടോ, ടീച്ചർ എഴുതുന്നത് നോക്കണേ. ഇതുപോലെ റാ ഇങ്ങനെ എഴുതി വരിക. കണ്ടോ, റാ എഴുതി വന്നതിന് ശേഷം നമ്മൾ 3 എഴുതുക. 3 എഴുതുക. കണ്ടോ, 3 എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ റാ എഴുതുക. റാ, നമ്മളൊരു റാ എഴുതുക. റാ എഴുതിയോ? റാ എഴുതി കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കൂടി ഇങ്ങോട്ടേക്ക് വരിക. വന്നോ? വന്നിട്ട് വീണ്ടും അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രാ എഴുതണം. കണ്ടോ, റാ എഴുതിയിട്ട് നമ്മൾ എന്തെഴുതണം? രാ എഴുതണം. അപ്പോൾ എന്തക്ഷരമായി കുഞ്ഞുങ്ങളെ? ആ എന്ന അക്ഷരമായി. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് എഴുതേണ്ടത്? ഈ ലൈനിൽ നിന്ന് വേണം എഴുതി തുടങ്ങാൻ. ഈ വരയിൽ നിന്ന് വേണം എഴുതി തുടങ്ങാൻ. നിങ്ങൾ താഴെ വരുമ്പോഴും ഈ ലൈനിൽ തട്ടണം. ടീച്ചർ ഈ ഡോട്ടിൻ്റെ ഉള്ളിലൂടെ എഴുതിയത് കൊണ്ടാണ് ലൈനിൽ തട്ടാത്തത്. നിങ്ങൾ എഴുതുമ്പോൾ 2 ലൈനിലും തട്ടി നിൽക്കണം. ഇതിന് പുറത്തേക്കും പോകാൻ പാടില്ല, ഇതിന് ഈ ലൈനിൻ്റെ പുറത്തേക്കും പോകാനായിട്ട് പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ എഴുതാവോ? എങ്ങനെയാ ആ എന്ന അക്ഷരം എഴുതുന്നത്? ആദ്യം നമ്മൾ റാ പോലെ ഇങ്ങനെ വരും. വന്നതിന് ശേഷമോ നമ്മൾ 3 എഴുതും. 3 എഴുതിയിട്ട് റാ എഴുതണം. റാ എഴുതുമ്പോൾ ഇതിന് മുകളിൽ കൂടി പോയി വേണം റാ എഴുതാൻ. കണ്ടോ, റാ എഴുതിയിട്ട് നമ്മൾ എന്തെഴുതണം? രാ എഴുതണം. അതായത് വീണ്ടും ഒരു റാ ഇട്ടിട്ട് അകത്തേക്ക് നമ്മൾ വരയ്ക്കണം. അപ്പോൾ എന്തക്ഷരമായി? ആ എന്ന അക്ഷരമായി. ടീച്ചർ ഒരിക്കൽ കൂടി എഴുതി കാണിച്ചു തരാവേ. നിങ്ങൾ എഴുതുമ്പോൾ ലൈൻസിൽ തട്ടി വരയ്ക്കണം കേട്ടോ. ലൈനിൽ തൊടണേ. കണ്ടോ, ഇതുപോലെ പോയി കണ്ടോ, ഇവിടെ ലൈനിൽ തട്ടി നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ടേക്ക് വന്ന് 3 എഴുതണം. കണ്ടോ, വീണ്ടും ഇങ്ങനെ താഴോട്ട് വന്ന് ലൈനിൽ തട്ടി 3 എഴുതിയതിന് ശേഷം വീണ്ടും നമ്മൾ റാ എഴുതണം. എന്താ? റാ. കണ്ടോ, റാ ഇട്ടു. വീണ്ടും നമ്മൾ ഇതിന് മുകളിൽ കൂടിപ്പോയി ഇവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും ഒരു കണ്ടോ മുകളിൽ തട്ടി നമ്മൾ റാ എഴുതണം, അല്ലെങ്കിൽ രാ എഴുതണം. കണ്ടോ, ഇവിടെ തട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വളഞ്ഞ് അകത്തേക്ക് പോകണം, രാ എഴുതുന്നത് പോലെ. ഇങ്ങനെയാണ് നമ്മൾ എന്തക്ഷരം എഴുതുന്നത്? ആ എന്ന അക്ഷരം എഴുതുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൻ്റെ ഒരു പേജ് നിറയെ ഇതുപോലെ ആ എന്ന അക്ഷരം എഴുതി പഠിക്കണം. എങ്ങനെയാ എഴുതി പഠിക്കുക? റാ പോലെ എഴുതി 3 എഴുതി വീണ്ടും ഒരു റാ എഴുതി വീണ്ടും നമ്മളൊരു റാ എഴുതി അകത്തേക്ക് വരയ്ക്കുക. അപ്പോൾ എന്തക്ഷരമായി? ആ എന്ന അക്ഷരമായി. അല്ല എങ്കിൽ നമ്മൾ ആദ്യം ദാ എഴുതുക. ദാ ദാ എഴുതിയതിന് ശേഷം വീണ്ടും ഒരു റാ എഴുതി വീണ്ടും നമ്മൾ രാ എഴുതണം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതുപോലെയാണ് നമ്മൾ എന്തക്ഷരം എഴുതുന്നത്? ആ എന്ന അക്ഷരം എഴുതുന്നത്. എല്ലാ കുട്ടികളും എഴുതുമല്ലോ? എഴുതുമല്ലേ? ഇനി നമുക്ക് ആയിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം. സ്വന്തമായിട്ട് നിങ്ങൾ എഴുതണം. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആയിൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാനായിട്ട്. അതിനാൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ കേൾക്കുവോ? കേൾക്കുവോ അല്ലേ? നമുക്കിനി എങ്ങനെയാണ് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ വായിക്കുന്നതെന്ന് നോക്കാം. ഇതെന്തക്ഷരമാണ്? ആ. എന്താ? ആ.
ഇതെന്തക്ഷരമാണ്? റ. എന്താ? റ. അപ്പോൾ പറഞ്ഞേ, അ റ, അ റ. ഇപ്പോൾ ഇവിടെ അകലം കുറവാണല്ലേ? ഇവിടെ ഈ ആ ദൂരെയാണ്, ഈ റ ദൂരെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? അ റ. ഇവിടെയോ ദൂരം കുറവാണ്, അപ്പോൾ നമ്മൾ വേഗത്തിൽ വായിക്കണം. അ റ. ഇവിടെയോ ദൂരം ഒട്ടുമില്ല, അപ്പോൾ എങ്ങനെ വായിക്കും? അറ. എങ്ങനെ വായിക്കും? അറ. അ റ, അ റ, അറ, അറ, അറ. അപ്പോൾ ഇതെന്ത് വാക്കാണ് കുഞ്ഞുങ്ങളെ? അറ. എന്താണ്? അറ. ഇതെന്തക്ഷരമാണ് കുഞ്ഞുങ്ങളെ? ആ. എന്താണ്? ആ. ഇതോ? ണ. അ ണ, അ ണ, അണ, അണ. എന്താ കുഞ്ഞുങ്ങളെ ഈ വാക്ക്? അണ. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ വായിച്ചില്ലേ? നിങ്ങൾ ഈ വാക്ക് വായിച്ചില്ലേ? ഇതെന്ത് വാക്കാണ്? അണ. എന്താ? അണ. കുഞ്ഞുങ്ങളെ ഇതെന്തക്ഷരമാണ്? ആ. ഇതാണെങ്കിലോ? ല. അ ല, അ ല, അ ല, അ ല, അല, അല, അല. ഇതെന്ത് വാക്കാണ് കുഞ്ഞുങ്ങളെ? അല. എന്താ? അല. നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ പഠിക്കാനും എഴുതാനായിട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ വാക്കുകൾ എഴുതി പഠിക്കണം. അ ര. ടീച്ചറിന്റെ കൂടെ പറയണേ. അ ര, അ ര, അ ര, അ ര, അര, അര, അര. എന്താ കുഞ്ഞുങ്ങളെ ഈ വാക്ക്? അര. എന്താ? അര. മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അ ഡ, അ ഡ, അ ഡ, അ ഡ, അട, അട, അട. എന്താ കുഞ്ഞുങ്ങളെ വാക്ക്? അട, അട. അ വ, അ വ, അ വ, അ വ, അവ, അവ. എന്താ കുഞ്ഞുങ്ങളെ? അവ. മനസ്സിലായോ? മനസ്സിലായി. അ ര ണ, അ ര ണ, അരണ, അരണ, അരണ. ഇതെന്ത് വാക്കാ കുഞ്ഞുങ്ങളെ? അരണ, അരണ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെല്ലാം വേഗത്തിൽ വായിച്ചു പഠിക്കണം. വായിച്ചതിന് ശേഷമോ ഇതെല്ലാവരും ബുക്കിൽ എഴുതണം. അതാണ് ഇന്നത്തെ ഹോംവർക്ക്. നിങ്ങളെല്ലാവരും ഇന്ന് ടീച്ചർ പഠിപ്പിച്ച വാക്കുകളെല്ലാം നിങ്ങളുടെ ബുക്കിൽ എഴുതണം. എഴുതുമല്ലോ? അപ്പോൾ എങ്ങനെയാണ് ആ എന്ന് എഴുതാൻ പഠിച്ചത്? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. റാ പോലെ വന്ന് 3 എഴുതി, വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി ഒരു റാ എഴുതി, വീണ്ടും ഒരു റാ എഴുതി അകത്തേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ എന്ത് അക്ഷരം എഴുതി? ആ എന്ന അക്ഷരം എഴുതി. ഓർമ്മയിരിക്കുമല്ലോ? ഇങ്ങനെയാണ് ആ എന്ന അക്ഷരം എഴുതുന്നത്. ആയിൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ വായിക്കുവാനായിട്ട് പഠിച്ചു. ആ വാക്കുകൾ നിങ്ങൾ വായിക്കുവാനും പഠിക്കണം, അതുപോലെ എഴുതുവാനായിട്ടും പഠിക്കണം. ഓക്കെ? നിങ്ങൾക്ക് ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടമായോ അല്ലയോ എന്ന് ടീച്ചറിന് എങ്ങനെ അറിയാൻ കഴിയുക? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് പറയണം. ഇനി ടീച്ചർ മറ്റൊരു ക്ലാസ്സുമായി നിങ്ങളുടെ അടുക്കൽ വരാം. ബൈ ബൈ. താങ്ക് യു.